ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു. ശമ്പളത്തിന് പുറമെ TA, DA ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ്. NBFC ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക. ഫോൺ 8073643133 9496248346. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ പ്രധാന പെരുന്നാളിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ സംഭാവനയും പെരുന്നാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. ഫാദർ കുര്യാക്കോസ് വൈദ്യം പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 1, 2, 3, 4 തീയതികളിലായാണ് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ ആണ്ടുതോറും നടത്തിവരുന്ന ശിലാസ്ഥാപന പെരുന്നാളും പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിൽ പുത്തൻപള്ളിക്ക് സമീപം സ്ഥാപിക്കപ്പെട്ട കുരിശുപള്ളിയുടെയും പരിശുദ്ധ എൽദോമോർ ബസേലിയോസ് ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതിന്റെയും സംയുക്ത പെരുന്നാൾ ആഘോഷിക്കുന്നത്. കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 30 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ കൊടിയുയർത്തൽ നടക്കും. ഡിസംബർ 1 തിങ്കളാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം, സീനിയർ സിറ്റിസൺസ് അണിയിച്ചൊരുക്കുന്ന പഞ്ചവാദ്യം, തുടർന്ന് അത്താഴ സദ്യ എന്നിവ ഉണ്ടാകും. ഡിസംബർ 2 ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്കും ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മത്തിനും ശേഷം സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ അണിയിച്ചൊരുക്കുന്ന തമ്പോലം അണിനിരക്കും. ഡിസംബർ 3 ബുധനാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരിശുപള്ളികളിലേക്ക് ആഘോഷമായ ഘോഷയാത്ര, വൈകിട്ട് പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥന, രാത്രി അത്താഴ സദ്യ, തുടർന്ന് പള്ളി അങ്കണത്തിൽ വാദ്യമേള സംഗമം എന്നിവ നടക്കും. ഡിസംബർ 4 വ്യാഴാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, വടക്കൻ കേരളത്തിലെ ഏറ്റവും ഭക്തിനിർഭരമായ റാസ, ആശീർവാദം, മോർ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള നേർച്ചക്കഞ്ഞി വിതരണം, ഉച്ചയ്ക്ക് വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി അങ്ങാടി ചുറ്റിയുള്ള ആഘോഷമായ ഘോഷയാത്ര, വൈകിട്ട് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പള്ളി ചുറ്റിയുള്ള പെരുന്നാൾ സമാപന പ്രദക്ഷിണം, ആശീർവാദം, തുടർന്ന് പള്ളി ഉപകരണങ്ങൾ മേമ്പൂട്ടിലേക്ക് കൊണ്ടുപോകൽ, നേർച്ച സദ്യ എന്നിവയും ഉണ്ടാകും. പെരുന്നാളിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ സംഭാവനയും പെരുന്നാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഫാദർ കുര്യാക്കോസ് വൈദ്യം പറമ്പിൽ നിർവഹിച്ചു. പെരുന്നാളിന് ട്രസ്റ്റി സുനോജ് കുര്യാക്കോസ്, സെക്രട്ടറി മനേഷ് വർഗീസ്, പെരുന്നാൾ കമ്മിറ്റി കൺവീനർ PV ബാബു, ജോയിന്റ് കൺവീനർ CC സൈജു, സെക്രട്ടറി KG കീവർ, ഗജാൻജി ലീ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ പള്ളി വർഷം തോറും നടത്തിവരുന്നതായ പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളും വിശുദ്ധനായ മോർ ഗീവർഗീസ് സദായുടെ പെരുന്നാളും എൽദോമോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പിൻ്റെതായ പെരുന്നാളും കൂടി ഡിസംബർ മാസം 3, 4 തീയതികളിൽ നടത്തുന്നു. വളരെ ഭക്തിനിർഭരമായ റാസയോടും അഭിമന്യ മെത്രാപ്പൊലീത്താമാരുടെ പ്രധാന കർമ്മത്തിലുള്ളതായ വിശുദ്ധ കുർബാനയോടും കൂടിയാണ് നടത്തപ്പെടുന്നത്. ഗജവീരന്മാരുടെ അമ്പടിയോടെയുള്ളതായ നാടിയുറ്റിയുള്ളതായ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഓഫീസിൻ്റെതായ ഉദ്ഘാടനവും നോട്ടീസ് ഉദ്ഘാടനവുമാണ് എന്നുള്ളത് നിർവഹിച്ചത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽ കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 8078 000 222 6238 422 503.